നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡീഗ്രേഡിങ് കടുത്തിരിക്കുകയാണ്. അതായത് അനീഷിന്റെ കുടുംബത്തിനെതിരെ, അതായത് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഭീകരാക്രമമാണ് എന്നുള്ള തരത്തില് അനീഷിനെയും അനീഷിന്റെ ഫാമിലിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട മത്സരാർത്ഥിയുടെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടപ്പോഴുള്ള ഒരു അസൂയയാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് ഭീകരമായിട്ടുള്ള സൈബർ ബുള്ളിങ് തന്നെയാണ് അനീഷിന്റെ കുടുംബവും അനീഷും നേരിടുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് അനീഷ് ഇപ്പോൾ തൊടുന്നതൊക്കെ കുറ്റം എന്നുള്ള തരത്തില് അവിടെ എല്ലാവരും കൂടിയിട്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ആൾക്കാരുടെ കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് നമ്മൾ കണ്ടതൊന്നും അല്ല ബിഗ് ബോസിൽ മാതാപിതാക്കൾ പോയിട്ട് ചെയ്തിരിക്കുന്നത്. അവര് പോയി ചെയ്തിരിക്കുന്നത് പല കളികളുമുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ കളികൾ കണ്ട് വളർന്നവരാണ്. അവരൊക്കെ ഈ ഫീൽഡിലുള്ള മത്സരങ്ങൾ കണ്ട് വളർന്നവരാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ പാപം അനീഷിന്റെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരനോ ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അനീഷിന്റെ സഹോദരനെ അങ്ങ് പറയാം, അനീഷിന്റെ വീട്ടുകാരെ അങ്ങ് പറയാം, ഏതെങ്കിലും ഒരു ആർമി അനീഷിന്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതും കൂടി അനീഷിന്റെ തലയിൽ അങ്ങ് വെച്ച് കെട്ടാം എന്നുള്ള ചില ആൾക്കാരുടെ വ്യാമോഹമാണ് ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി അങ്ങോട്ട് അനീഷിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അനീഷിന് ഇനിയിപ്പോഴും പറഞ്ഞാൽ വോട്ട് കുറച്ചു കൊണ്ടുവന്ന് അനീഷിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പരമാവധി കളിയാണ് ഇനി കളിക്കാൻ പോകുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അസൂയയുടെയും കുശുമ്പിന്റെയും ഭാഗം തന്നെയാണ്. ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഗെയിമും ഇല്ലാതെ അനീഷിന്റെ പുറകെ നടക്കുന്ന ടീമുകളായിരുന്നു. ഇപ്പോഴേ കുറെ ആൾക്കാർ ചേർന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നവർക്ക് ചില ഹിന്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അവിടെ കിടന്നിട്ട് പല ആൾക്കാരും തന്നെ നമ്മൾ ലൈവിലൊന്നും കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൈവിലും എപ്പിസോഡിലും കാണുന്നൊന്നുമല്ല. അവിടെ ഫാമിലി വന്നിട്ട് പലതും സംസാരിച്ചിട്ടുണ്ടാവും. അതൊന്നും പറയുന്നത് നമ്മളെ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഹിന്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഇപ്പൊ തൊടുന്നതൊക്കെ പ്രശ്നമാണ്, അനീഷ് ഭയങ്കര പ്രശ്നമാണ്, അനീഷ് വെറും ടോക്സിക് ആണ്, അനീഷ് പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അനീഷ് അവിടെ അതായത് അനീഷിനെ ക്യാപ്റ്റനായിട്ട് വെക്കുക, അനീഷ് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കുക. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആദിലയായിട്ട് വന്നിരിക്കുന്നത് അനുമോള്, അതുപോലെ തന്നെ അക്ബർ, ഇങ്ങനെയുള്ള ടീമുകളാണ്. അതായത് അനീഷ് പറയുന്നൊന്നും നമ്മൾ കേൾക്കരുത്. അനീഷ് പറയാതെ കേൾക്കുമ്പോൾ അയാൾക്കൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ചേർന്ന് അയാളെ ആക്രമിക്കുക, അയാളെ ആക്രമിച്ചതിന് ശേഷം അയാളെ ജയിലിലിടുക. അങ്ങനെ ആകുമ്പോൾ അനീഷിന്റെ ഗെയിം അങ്ങ് കളയാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവന്മാരൊക്കെ പോകുന്നത്. ഇവറ്റകൾക്ക് ആകെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജിസൈലിന്റെയും ആര്യന്റെയും പുതപ്പിന്റെ അടിയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കല് മാത്രമായിരുന്നു. അമ്മച്ച് കണ്ടന്റുകൾ കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോ അനീഷിന്റെ പുറകെയാണ്. എന്താ കാര്യോ? വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾ ഈ ജിസൈലിന്റെയും അതുപോലെ തന്നെ ആര്യന്റെയും പുതപ്പ് നോക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക, അനീഷിനെതിരെ കളിക്ക് പോയിട്ട് അനീഷാണ് നമ്മളെ ഇപ്പൊ പുതു ശത്രു, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ കണ്ടന്റ് ഒന്നും അല്ല വേണ്ടത്. അതുകൊണ്ട് ആ കണ്ടന്റ് ഒന്ന് മാറ്റിപ്പിടിക്കുക. അങ്ങനെയല്ലേ ഇന്നലെ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ് മാറിക്കിടക്കാൻ തുടങ്ങി. അത് മാത്രവുമല്ല, ഓനിയൽ സ്ക്രൂ ചെയ്യുന്നുണ്ട് ജിസൈലിന, പിന്നെ അക്ബർ സ്ക്രൂ ചെയ്യുന്നുണ്ട്. അക്ബറിന് ഇപ്പോഴും ഒരു പാവപ്പെട്ട ഒരു മാടപ്രാവായിട്ട് വെക്കേണ്ട പ്ലാനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിംഗ് ആണ് പിന്നെ അനീഷിന്റെ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഉള്ളിൽ നിന്നും നല്ലത് അഭിനയിച്ചിട്ട് പുറത്തു വന്ന ഒരു ഫാമിലി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അനീഷ് ഭയങ്കര ഇതാണ്, അനീഷ് ഭയങ്കര സ്ട്രോങ് ആണ്, അനീഷിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ വന്നിട്ട് അനീഷിനെതിരെ, അതായത് അനീഷിന്റെ ആൾക്കാരാണ് എൻ്റെ സഹോദരിയെ തകർക്കുന്നത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ പിന്നെ സഹോദരി വന്നിട്ട് അവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൊണ്ടുപോയിട്ട് എന്താ വേണം ചെയ്യുക. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയാം, അതായത് ഈ അനുമോളിന്റെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് PR ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റു പലരെയും ടാർഗറ്റ് ചെയ്തിട്ട് പലതും പോകുന്നുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വരെ നിഷേധിച്ചാണ്. അതായത് അനുമോളിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഏതോ ഒരുത്തൻ ചെയ്യുന്നതാണെന്ന് നമ്മൾ വരെ പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് പറയുന്നത്, അനീഷിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അനീഷിന്റെ പിന്നെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരാൾക്ക് കഴിയുന്നില്ല. പക്ഷേ അതൊരു കാര്യം മനസ്സിലാക്കേണ്ട, അതൊക്കെ ഫേക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം. അത്രയേ ഉള്ളൂ. ഇതിപ്പോഴാണ് അനീഷോ അനീഷിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് എന്തിൻ്റെ ഇതാണ്. അതായത് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കളിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തൂടെ, അതായത് ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കുന്നതാണ് പിന്നെ നമ്മുടെ അഭിലാഷ്, അതുപോലെ തന്നെ ജിഷിൻ, ഇവർക്കൊക്കെ എങ്ങനെ ചെയ്തൂടെ? അതുപോലെ പല ആൾക്കാരും ഇല്ലേ അവിടെ. ഇന്നലെ ഒരുത്തം പറയുന്നത് 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്നു. എന്തിനാണ് വോട്ട് കിട്ടുന്നത്? 5 ലക്ഷം രൂപയാണ് കാര്യം ബിഗ് ബോസ് പോവാ.
അതാണ് ഞാൻ ആലോചിക്കുന്നത്. 5 ലക്ഷം രൂപ ഇവിടെ പല ആൾക്കാർക്കും കൊടുത്തിട്ട് ബിഗ് ബോസ് പോയിട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും അതായത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ അനീഷിന്റെ ആർമികൾ അവരുണ്ടാക്കിയിട്ട് അനീഷിന്റെ പേരിൽ ഇതുപോലെ അടിച്ചുവിടുന്ന ഒരു കുതന്ത്രമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോഴും മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ അനീഷിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അനീഷ് ചെയ്യുന്നതെല്ലാം നെല്ലിത്തര, പറഞ്ഞു വിടണം അവനെ, അനീഷിനെ പറഞ്ഞു വിടണം, അവന് വോട്ട് കൊടുക്കരുത്. എന്താ കാര്യം എന്താണ്? അതായത് ജനങ്ങളുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീതി ഉണ്ടാക്കുക. ജനങ്ങളുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷ് അങ്ങനെ കൊള്ളരുതാത്തവനാണ്, അതുകൊണ്ട് അനീഷിനെ ആരും സപ്പോർട്ട് ചെയ്യരുത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അനീഷ് അവിടെ പ്ലാച്ചീനിങ് കൊണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെങ്കിലും പുതപ്പ് നോക്കി നോക്കാനോ പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ പിന്നെ അതവിടെ ആരെങ്കിലും ഒരുത്തം പോകുമ്പോൾ അവിടെ പോയി കെട്ടിപ്പിടിച്ച് കരയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തി പോകുമ്പോൾ കൈകൊട്ടി ചിരിക്കാനൊന്നും പോയോനല്ല അനീഷ്. അല്ലെങ്കിൽ അവിടെ പരദൂഷണം പറയാൻ പോയവനല്ല, വല്ലവനെയും പറ്റി കുറ്റം പറയാൻ പോയവനല്ല, പിന്നെ എന്ന് പറഞ്ഞാൽ വല്ലവന്റെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ പോയവനല്ല. ഇതൊക്കെയാണ് അനീഷിന്റെ ക്വാളിറ്റികൾ. അവിടെ അനാവശ്യമായിട്ട് ഒരു തരത്തിലും ഇടപെടൂല. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോഴെങ്ങനെയെങ്കിലും അനീഷിനെ അങ്ങ് മാറ്റിയിട്ട് പല ആൾക്കാരെയും കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് പോയിട്ടിരിക്കുന്ന കുടുംബങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് അനീഷ് പറയുന്ന ജോലികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, അനീഷ് പറയുന്ന ജോലികൾ ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അനീഷിന്റെ മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കച്ചറ വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അയാളെ പുറകെ നടന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അയാളെ തല്ലിയത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അവിടെ എല്ലാവർക്കും അറിയാം അയാളെ ആദില തല്ലിയത്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും പുറത്ത് ഇവിടെ ഒരാൾക്കും പ്രശ്നമില്ല. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആദില കുഞ്ഞാടല്ലേ, ആദില കാണിക്കുന്നത് പാപമല്ലേ, ആദില കാണിക്കുന്നത് മറ്റേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അത് ലഘൂകരിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനീഷിന്റെ പുറകെ ഇവരെല്ലാവരും കൂടിയിരിക്കുകയാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇനി ഒരു ആഴ്ച എന്ന് പറഞ്ഞ ഒരു 2 ആഴ്ച 3 ആഴ്ച ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കും തുടരാൻ പോകുന്നത്. അനീഷിനെ പരമാവധി ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ആ ഒരു ഇത് പിടിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അനീഷിനെ എങ്ങനെയെങ്കിലും താഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ നിങ്ങൾ പങ്കാളികളാകാതിരിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട ഒരു മത്സരാർത്ഥിയുടെ കുടുംബം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അനീഷാണ് ഇതിനെല്ലാം പിന്നിൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. ആ ഒരു ടീമിന്റെ തന്നെ ആ ഒരു സ്ത്രീ പറഞ്ഞ അവരുടെ തന്നെ പിന്നെ എന്താ പറയുക അവരുടെ മത്സരാർത്ഥിയുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വളരെ മോശമായത് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ പുറകിലൊന്നും ഇന്ന ആളാണെന്നോ പറഞ്ഞിട്ട് ആരും കരയാറൊന്നുമില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാം, അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ഇതിന്റെ പുറകിൽ കാണിക്കുന്നത് അസൂയ കൊണ്ട് മാത്രമാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.